കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ രണ്ടാം പ്ലാറ്റ്ഫോമിൽ ക്ലോക്ക് ടവർ തകർന്നു വീണു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. രാഹുൽ കെ വിയാണ് വിവരങ്ങളുമായി. രാഹുൽ, എപ്പോഴായിരുന്നു ഈ സംഭവം? പ്രധാനപ്പെട്ട ഒരു ഇടത്താണ് ഇങ്ങനൊരു അപകടം ഉണ്ടാകുന്നത്. രതീഷ, തീർച്ചയായും തന്നെ അല്പസമയം മുൻപാണ് ഈ ഒരു അപകടം സംഭവിച്ചിട്ടുള്ളത്. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ലോക്ക് ടവറാണ്. അതായത് അതിന് ബലക്ഷയമുണ്ടെന്നൊക്കെ കണ്ടെത്തി സുരക്ഷ അതിന്റെ ബലം വർദ്ധിപ്പിക്കുന്നതടക്കമുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്ത ഒരു ക്ലോക്ക് ടവറാണ് അല്പസമയം മുൻപ് തകർന്നു വീണിട്ടുള്ളത്. റെയിൽവേ സ്റ്റേഷൻ രണ്ടാം പ്ലാറ്റ്ഫോമിലാണ്. സമയത്ത് എന്തായാലും ആളുകളൊന്നും ഉണ്ടായില്ല എന്നതുകൊണ്ട് ആർക്കും പരിക്കില്ല. അത്തരത്തിലുള്ള അപകടം ഒരു ദുരന്തം ഒഴിവായി എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. അതിനുശേഷം ഇപ്പോൾ ആ സ്ഥലത്തേക്ക് ആളുകൾ ഏതായാലും കടത്തിവിടുന്നില്ല. റെയിൽവേ സ്റ്റേഷനിൽ അത്തരത്തിലുള്ള അനൗൺസ്മെന്റ് പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു ട്രെയിൻ അവിടെ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. 2:05 അവിടെ നിന്ന് രണ്ടാം പ്ലാറ്റ്ഫോമിലെ ട്രാക്കിൽ നിന്ന് യാത്ര പുറപ്പെടേണ്ട ട്രെയിനാണ്. അപ്പോൾ ആ ട്രെയിനിന്റെ സൈഡിലേക്ക് കൂടിയായാണ് ഇതിന്റെ ഭാഗങ്ങൾ വന്ന് പതിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും വലിയ ശബ്ദത്തോടു കൂടിയാണ് ഇങ്ങനെ ഈ ക്ലോക്ക് ടവർ അവിടെ പതിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഉദ്യോഗസ്ഥർ ആ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നതാണ്. അതുകൊണ്ടാണ് പതിറ്റാണ്ടുകൾ വലിയ കാലപ്പഴക്കമുള്ള ക്ലോക്ക് ടവർ. രാഹുൽ, അപകട സാഹചര്യം ഉണ്ടായിരുന്നു, അപകട സാഹചര്യവും സാധ്യതയും ഉണ്ടായിരുന്നു. ഉദ്യോഗസ്ഥർ വന്ന് പരിശോധന നടത്തിയിരുന്നു. ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ വന്നിരിക്കുന്ന ദൃശ്യത്തിലാണെങ്കിൽ ആ ട്രെയിനിന് പുറത്തേക്ക് കൂടി വീണതായി തോന്നുന്നു. വ്യക്തമല്ല എങ്കിലും. അതെ. ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം അവിടെ പരിശോധന നടത്തിയതാണ്. അതാണ് വലിയ കാലപ്പഴക്കമുണ്ട്. റെയിൽവേ സ്റ്റേഷൻ നിർമ്മിക്കുന്ന സമയത്ത് തന്നെ ഉണ്ടാക്കിയ ക്ലോക്ക് ടവർ ആണ് എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ കാലപ്പഴക്കമുണ്ടായിരുന്നു. അതിന് ബലപ്പെടുത്തുന്ന അടക്കമുള്ള കാര്യങ്ങൾ ആലോചിച്ചിരുന്നു. അത്തരം നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിരുന്നു എന്നാണ് നമ്മൾ പ്രാഥമികമായി അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളിൽ സംസാരിക്കുമ്പോൾ മനസ്സിലാവുകയും ചെയ്യുന്നത്. അതുപോലെ രതീഷ് പറഞ്ഞ ട്രെയിനിന്റെ കാര്യം, അത് 2:05 നിന്ന് യാത്ര പുറപ്പെടേണ്ടുന്ന ട്രെയിനാണ്. യാത്രക്കാർ 2:05 ആയതുകൊണ്ട് ഇപ്പോൾ ആളുകളൊന്നും ആ ട്രെയിൻ അങ്ങോട്ടേക്ക് കയറിയിട്ടില്ല. ആളുകളൊക്കെ വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ എന്നത് കൂടിയാണ്. ഏതായാലും ആ ട്രെയിനിന്റെ ഭാഗത്തേക്ക് കൂടിയായാണ് ഇത് പതിച്ചിട്ടുള്ളത്. മറ്റു അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നത് തന്നെയാണ് മഹാഭാഗ്യം എന്ന് പറയുന്നത്. എങ്കിലും ഇതൊരു ഗൗരവതരമായ സംഭവമാണല്ലോ. ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തിയതാണ്. വർഷങ്ങൾ പഴക്കമുള്ളതാണ്. വലിയ ജനനിബിഡമാണ് പലപ്പോഴും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തിരക്കേറിയ സ്റ്റേഷനുകളിൽ ഒന്നുമാണ്. ഈ അപകടമുണ്ടായപ്പോൾ യാത്രക്കാർ ഈ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്നില്ല, ഈ അപകടമുണ്ടായ സ്ഥലത്തുണ്ടായിരുന്നില്ല അല്ലേ? രതീഷ്, അതെ, വളരെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. എപ്പോഴും തന്നെ ഒരുപാട് യാത്രക്കാരുടെ തിരക്ക് ഉണ്ടാകുന്ന റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ്. എന്നാൽ ഈ അപകടം ഉണ്ടാകുന്ന സമയത്ത് അതിന് ആ താഴ്ഭാഗത്തായി പതിച്ച ആ ഭാഗത്ത് പരിസരത്തായി ആളുകൾ ഉണ്ടായിട്ടില്ല എന്നത് തന്നെയാണ് വലിയ ഭാഗ്യം എന്ന് പറയേണ്ടുന്നതും. അതുകൊണ്ടാണ് ആളുകൾക്കൊന്നും പരിക്കില്ല, അത്തരത്തിലുള്ള ഒരു പ്രശ്നം ഇല്ലാതെ അത് ഒഴിവായിട്ടുള്ളത് എന്ന് നമുക്ക് പറയാം. ഏതായാലും ഞാനത് അല്പസമയത്തിനകം തന്നെ സ്ഥലത്തേക്ക് എത്തുകയും ചെയ്യും. ലഭിച്ച കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ ക്ലോക്ക് ടവർ തകർന്നു വീണു എന്ന വാർത്തയാണ് വരുന്നത്. ആർക്കും പരിക്കില്ല എന്നതാണ് ആശ്വാസകരമായ കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയിരുന്നു. അപകട സാഹചര്യം നേരത്തെ വ്യക്തമായിരുന്നു എന്ന് വേണം അതിൽ നിന്ന് മനസ്സിലാക്കാൻ. ഔദ്യോഗികമായ അത്തരം പ്രതികരണങ്ങൾ ഇനി വരേണ്ടതുണ്ട്, സ്ഥിരീകരണം വരേണ്ടതുണ്ട്. പ്രാഥമികമായി ലഭിക്കുന്ന ദൃശ്യവും വിവരങ്ങളുമാണ് രാഹുൽ പങ്കുവയ്ക്കുന്നത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിന് സമീപം രണ്ടാം പ്ലാറ്റ്ഫോമിൽ ക്ലോക്ക് ടവർ തകർന്ന് വീഴുകയായിരുന്നു. പുതിയ ദൃശ്യങ്ങൾ വരികയാണ്. തത്സമയ ദൃശ്യങ്ങൾ ഉൾപ്പെടെ അല്പസമയത്ത് ലഭ്യമാകും. ഇപ്പോൾ പ്ലാറ്റ്ഫോമിൽ നിന്ന് ദൃശ്യങ്ങൾ ഉൾപ്പെടെ ലഭിക്കുന്നുണ്ട്. രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ക്ലോക്ക് ടവർ തകർന്നു വീണത്. ഒരു വലിയ അപകടമെന്ന് പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ ആർക്കും പരിക്കില്ല എന്നതാണ് ആശ്വാസകരമായ കാര്യം. ട്രെയിൻ ആ പ്ലാറ്റ്ഫോമിൽ നിർത്തിയിട്ടിരിക്കുന്ന ആ സമയത്താണ് ഈ അപകടം ഉണ്ടാകുന്നത്. മേൽക്കൂര ഉൾപ്പെടെ തകർന്ന് താഴേക്ക് പതിച്ചതായും അവിടെ ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നുണ്ട്. രാഹുൽ കെ വിയാണ് വിവരങ്ങളുമായി റെയിൽവേ സ്റ്റേഷനിലുള്ളത്. രാഹുൽ, ഈ രണ്ടാം പ്ലാറ്റ്ഫോമിലെ ക്ലോക്ക് ടവർ തകർന്നു വീണതുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ വിവരങ്ങളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. രാഹുൽ, അവിടേക്ക് എത്തിയോ? അവിടെ ആരെങ്കിലും ഉണ്ടോ? ചെല്ലുമ്പോൾ കാണുന്ന ദൃശ്യം എന്താണ്? രതീഷ്, അതായത് ഉയരത്തിലുള്ള വലിയ ക്ലോക്ക് ടവറാണ്. അതായത് നമുക്ക് റെയിൽവേ സ്റ്റേഷന്റെ ഏത് ഭാഗത്ത് നിന്ന് നോക്കിയാൽ കാണാവുന്ന ക്ലോക്ക് ടവർ അത്രയും ഉയരത്തിലുള്ളതാണ്. നമുക്ക് എവിടെ നിന്ന് നോക്കിയാലും റെയിൽവേ സ്റ്റേഷനിൽ ഈ ക്ലോക്ക് ടവർ കാണാൻ കഴിയുന്നതാണ്. അതിന്റെ ഒരു ഭാഗം തന്നെയാണ് ഈ പൂർണ്ണമായും തന്നെ താഴത്തേക്ക് ഇടിഞ്ഞു വീണിട്ടുള്ളത്. അത് തന്നെ പിന്നെ നമുക്ക് ഈ പ്ലാറ്റ്ഫോമിനോട് ചേർന്ന് യാത്രക്കാർക്ക് മഴ വെയിലൊക്കെ ഏൽക്കാതിരിക്കാനുള്ള പന്തൽ, അത് ഇടിഞ്ഞു നേരെ ഈ പന്തലിനെ മുകളിലേക്കാണ് വീണത്. അത് തകർന്നിട്ടുണ്ട്. അത് സഹിതമാണ് ഏതായാലും താഴേക്ക് പതിക്കുകയും ചെയ്തിട്ടുള്ളത്. ഒപ്പം തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ട്രെയിൻ തീവണ്ടി അവിടെ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു.
അതിന്റെ അരികിലേക്ക് കൂടിയായാണ് ഏതായാലും അത് പതിക്കുകയും ചെയ്തിട്ടുള്ളത്. നമുക്ക് കൃത്യമായി അവിടെ ആളുകൾക്ക് വിശ്രമിക്കുന്നതിനുള്ള ഇരിക്കുന്നതിനുള്ള ഇരിപ്പിടങ്ങളൊക്കെ കാണുന്നു. അതിന് മുകളിലേക്കായി തന്നെയാണ് എന്തായാലും ക്ലോക്ക് ടവർ പതിച്ചിട്ടുള്ളത്. റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ പ്ലാറ്റ്ഫോമിനകത്തേക്ക് കയറുമ്പോൾ ആ മുൻവശത്ത് കാണുന്ന കോഴിക്കോട് എന്ന ബോർഡ് കാണുന്നതിന്റെ ഭാഗത്തുള്ള വലിയ ടവർ അതാണ് പിന്നിലേക്ക് മറിഞ്ഞത് അല്ലേ, അതിന്റെ ഭാഗം? രതീഷ, അത് തന്നെയാണ്. നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ തന്നെയല്ല, ദൂരെ നിന്ന് നോക്കിയാൽ തന്നെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ആണ് എന്ന് മനസ്സിലാക്കാൻ വിധത്തിലുള്ള ഉയരത്തിലുള്ള ആ ക്ലോക്ക് ടവർ അതിന്റെ ഭാഗമാണ് ഏതായാലും താഴ്ഭാഗത്തേക്ക് പതിച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ പതിറ്റാണ്ടെന്നാണ് പറഞ്ഞിരുന്നത്, അങ്ങനെയല്ല, ഒരു നൂറ്റാണ്ട് പഴക്കമുള്ള ക്ലോക്ക് ടവറാണ് ഏതായാലും ഇപ്പോൾ അതിന്റെ ഒരു ഭാഗം നിലംപതിച്ചിട്ടുള്ളത് എന്നതാണ്. ആളുകൾക്ക് ഇരിക്കേണ്ടുന്ന ഇരിപ്പിടങ്ങൾക്ക് മുകളിലേക്കടക്കമായാണ് അതിന്റെ ഭാഗം പതിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ആളുകൾ ഉണ്ടായില്ല എന്നത് വലിയ ആശ്വാസം. അത്തരത്തിൽ വലിയൊരു അപകടം തന്നെ ആണ് ഒഴിവായിട്ടുള്ളത്. ഒപ്പം ട്രെയിൻ നിർത്തിയിട്ടുണ്ട്, അതിന്റെ ഭാഗത്തേക്ക് വീണു. ഏതായാലും രതീഷ്, അവിടെ ആളുകൾ ഉണ്ടായില്ല എന്നത് തന്നെ വലിയ ആശ്വാസം. ഒപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, അവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിന്റെ ബലക്കുറവുമായി ബന്ധപ്പെട്ടൊക്കെ പരിശോധന ഉദ്യോഗസ്ഥർ നടത്തിയിരുന്നു എന്ന്. അത് അത്തരത്തിലുള്ള പരിശോധനയും നടത്തിയതാണ്. കാരണം ഈ ഒരു നൂറ്റാണ്ടോളം പഴക്കമുള്ള ഒരു ക്ലോക്ക് ടവറാണ് അവിടെ ഇങ്ങനെ തലയുയർത്തി സ്ഥിതി ചെയ്തിരുന്നത്. അതായത് അതിന്റെ ഒരു ഭാഗമാണ് നിലംപതിച്ചിട്ടുള്ളത്. രതീഷ്, കോഴിക്കോടിന്റെ ഐക്കണാണ്, കോഴിക്കോടിന്റെ അടയാളമായൊരു ദൃശ്യമാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ വലിയ ക്ലോക്ക് ടവർ. കോഴിക്കോട് എന്നതിന് അടയാളമായി ഉപയോഗിക്കാറുള്ള ചിത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിത്രമാണ് ആ റെയിൽവേ സ്റ്റേഷനിലെ ക്ലോക്ക് ടവർ ഉൾപ്പെടുന്ന ആ മുൻഭാഗം. കോഴിക്കോടിന്റെ അടയാളമായ ക്ലോക്ക് ടവറാണ് ഇപ്പോൾ പൊട്ടി താഴേക്ക് വീണത്. രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് അതിൻ്റെ ഒരു ഭാഗം പൊട്ടി വീണത്. ഭാഗ്യം കൊണ്ട് മാത്രം വലിയൊരു ദുരന്തം അവിടെ ഉണ്ടായില്ല എന്ന് പറയേണ്ടി വരും. ആർക്കും പരിക്കില്ല എന്നതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. വലിയൊരു ഭാഗം അടർന്നു വീണു. ക്ലോക്ക് ടവർ കാലപ്പഴക്കം കൊണ്ട് പതിക്കാറായോ ആയിരുന്നതാണോ, അക്കാര്യം നേരത്തെ മനസ്സിലായിരുന്നോ എന്ന കാര്യത്തിലൊക്കെ ഇനിയും ഔദ്യോഗികമായ പ്രതികരണങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തി എന്ന വിവരം രാഹുൽ പങ്കുവയ്ക്കുന്നുണ്ട്. പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ നിർത്തിയിട്ടിരിക്കുന്നത് കാണാം, രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലാണ്. ആ സമയത്ത് ഈ ക്ലോക്ക് ടവർ പതിച്ച ഭാഗത്ത് ആരും ഉണ്ടായിരുന്നില്ല എന്നതാണ് ഇതുവരെയും വന്നിരിക്കുന്ന വിവരങ്ങൾ. ക്ലോക്ക് ടവർ താഴേക്ക് പതിച്ചപ്പോൾ അവിടെ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന മേൽക്കൂരയും തകർന്നിട്ടുണ്ട്. ആർക്കും പരിക്കില്ല എന്നാണ് ആശ്വാസകരമായ കാര്യം. അതേസമയം സംഭവത്തിൻ്റെ ഗൗരവം ഒട്ടും കുറയുന്നില്ല. അതിഗൗരവതരമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും തിരക്കേറിയ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ് ക്ലോക്ക് ടവർ താഴേക്ക് പതിച്ചത്. ബലക്ഷയമുണ്ട് എന്ന് നേരത്തെ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു എന്ന വിവരം സ്ഥിരീകരിക്കുകയാണ്. അതിനിടയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് മാറ്റുന്നു എന്ന പ്രഖ്യാപനമൊക്കെ പലകുറി നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ളതാണ്. വിമാനത്താവളത്തെ തോൽപ്പിക്കുന്ന തരത്തിലേക്കുള്ള വികസനം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടാകുന്നു എന്ന വാർത്തയൊക്കെ നേരത്തെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ക്ലോക്ക് ടവർ അത് കോഴിക്കോട് ഒരു അടയാളം പോലെ അവിടെ നിൽക്കുകയായിരുന്നു. ആ ക്ലോക്ക് ടവറാണ് കാലപ്പഴക്കത്തിൽ അത് നിലംപൊത്തുകയായിരുന്നു. വലിയൊരു ദുരന്തം ഭാഗ്യം കൊണ്ട് ഒഴിവായി. പക്ഷേ ഗൗരവതരമായൊരു സംഭവമാണ്. രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ ട്രെയിനിൻ്റെ സമീപത്തേക്കാണ്, ട്രെയിനിലും തട്ടിയിട്ടുണ്ട് എന്ന് വേണം ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ. രാഹുൽ കെ വി തുടരുന്നുണ്ട്. രാഹുൽ, ഈ ക്ലോക്ക് ടവർ രാഹുലിലേക്ക് എത്താം. പുതിയ വിവരങ്ങൾ രാഹുൽ ശേഖരിക്കുകയാണ്. ഔദ്യോഗികമായ പ്രതികരണങ്ങൾ ഇനി ആവശ്യമാണ്. അവിടെ ഉണ്ടായിരുന്ന യാത്രക്കാരുടെ പ്രതികരണങ്ങൾ, അവിടെ ഉള്ള കച്ചവടക്കാരുടെ പ്രതികരണങ്ങൾ. സായൂജ് നമുക്കിപ്പോൾ ഉണ്ട്, മാതൃഭൂമി ദിനപത്രത്തിന്റെ ലേഖനാണ്. സായൂജ്, എന്താണ് സംഭവിച്ചത്? കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന്റെ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ ഒരു ക്ലോക്ക് ടവർ ഉണ്ട്. അത് പതിറ്റാണ്ടുകൾ പ്രായമുള്ളതാണ്. അപ്പൊ അതിന്റെ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള വിലയിരുത്തൽ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഉദ്യോഗസ്ഥര് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു 11 മണിക്ക്. പക്ഷെ ഒരുക്കുന്നതിനിടയിൽ അവർക്ക് ചെറിയ തരത്തിലുള്ള വീഴുന്നതായിട്ട് തോന്നിയപ്പോൾ 11:10 മൊത്തത്തിൽ നിലംപതിക്കുകയായിരുന്നു. ഇപ്പൊ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ നടുഭാഗത്തായിട്ട് ഏകദേശം ക്ലോക്ക് ടവറിന്റെ മൊത്തം അവശിഷ്ടങ്ങൾ വീണ് കിടക്കുകയാണ്. ഇനിയും വീഴാൻ സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞത്. മേൽക്കൂരക്ക് മുകളിലേക്ക് വീണ് മേൽക്കൂരയും ഈ പറഞ്ഞ കെട്ടിടാവശിഷ്ടങ്ങളെല്ലാം കൂടെ പ്ലാറ്റ്ഫോമിലാണ് ഉള്ളത്. 2:05 പുറപ്പെടുന്ന ട്രെയിൻ ഇവിടെ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു ഭാഗത്തേക്ക് ട്രെയിനിന്റെ മുകളിലേക്കും കൂടിയാണ് ഇത് വീണിട്ടുള്ളത്. ഇപ്പൊ നിലവില് റെയിൽവേ സ്റ്റേഷനിലെ എല്ലാ വൈദ്യുതി കണക്ഷനും വിച്ഛേദിച്ചിട്ടുണ്ട്. ഡീസൽ ചരക്ക് വണ്ടി ഇവിടെ ഉണ്ടായിരുന്നു, അത് ഇവിടുന്ന് പോയിട്ടുണ്ട്. രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ ആൾക്കാരോടൊന്നും പ്രവേശിക്കരുത് എന്നുള്ള നിർദ്ദേശം ഇപ്പൊ നിലവിൽ നൽകിയിട്ടുണ്ട്. ഈ ക്ലോക്ക് ടവർ പരിപൂർണമായി നിലംപൊത്തുകയായിരുന്നു, അതോ അതിന്റെ ഒരു ഭാഗം, ദൃശ്യങ്ങൾ ഒരു ഭാഗം അവിടെ നിൽക്കുന്നതായി തോന്നുന്നുണ്ട്. അതിന്റെ വിവരങ്ങൾ വേണം. അതിനൊപ്പം തന്നെ ബാക്കിയുണ്ട്. പറയണം.
ഒരു ഭാഗം അവിടെ ബാക്കിയുണ്ട്, അതിനിയും വീഴാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോ ഈ ഫയർഫോഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഫയർഫോഴ്സ് അവിടത്തേക്ക് പോകാൻ ഒരുങ്ങുമ്പോഴും മുകളിൽ നിന്ന് ഒരു ഭാഗം നിലംപതിക്കുന്നതായിട്ട് തോന്നിയിട്ട് എല്ലാവരും പുറകോട്ടേക്ക് മാറി നിൽക്കുകയാണ് ചെയ്തത്. ഇനിയും ഭാഗം അവിടെ ബാക്കിയുണ്ട്, അത് വീഴാൻ സാധ്യതയുണ്ട്. അവിടെ ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നുവെന്ന് നേരത്തെ സായൂജ് പറഞ്ഞിരുന്നല്ലോ. അത് ഈ ബലക്ഷയത്തിന്റെ സാഹചര്യത്തിൽ എത്തിയതാണ്. എന്തിനെത്തിയതാണ്? ബലപ്പെടുത്താൻ എത്തിയതാണോ അതോ ബലപ്പെടുത്താനല്ല, അവർക്ക് ഇതിന് സുരക്ഷാ പ്രശ്നം ഉണ്ട് എന്നുള്ളൊരു വിലയിരുത്തൽ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് അവിടെ കയറ് കെട്ടി ആൾക്കാരെ പ്രവേശിപ്പിക്കാതിരിക്കാനുള്ള നടപടികൾ നടത്താൻ വേണ്ടിയിട്ടാണ് SMR-ഉം റെയിൽവേ പോലീസും അടക്കമുള്ള ആൾക്കാർ എത്തിയത്. അവരത് ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. 11 മണിക്ക് അവരത് ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവർക്കൊരു സംശയം തോന്നിയത്. കാരണം മുകളിൽ നിന്നുള്ള മണ്ണും ഇത് പഴയ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചൊരു ബിൽഡിംഗ് ഭാഗമാണ്. അപ്പൊ അത് താഴേക്ക് പതിക്കുന്നതായിട്ട് അവർക്ക് തോന്നി. അവരവിടെ നിന്ന് മാറി നിന്നു. അവര് കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണെന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. നേരത്തെ ഇക്കാര്യം മനസ്സിലായത് കൊണ്ടാണ് പ്ലാറ്റ്ഫോമിൽ ആരും ഇല്ലാതിരുന്നത് അല്ലേ? നേരത്തെ ആളിനെ കയറ്റുന്നുണ്ടായിരുന്നില്ല. അല്ല, ഇത് 2:05 പുറപ്പെടേണ്ട ട്രെയിൻ ഇവിടെ നിർത്തിയിട്ടിരിക്കുകയാണ്. അപ്പൊ നിലവിൽ ഇവിടുന്ന് ഒരു വാഹനം പുറപ്പെടാനില്ല രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ആള് കുറവായിരുന്നു. ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലും 4-1 നിലവിൽ ട്രെയിൻ ഉണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്നത് 3-ാമത്തെ പ്ലാറ്റ്ഫോമിൽ ഒരു ചരക്ക് വണ്ടിയായിരുന്നു. അതൊരു ഡീസൽ വണ്ടിയാണ്. അതിപ്പോ നിലവിൽ അത് പോയിട്ടുണ്ട്. സായൂജാണ് മാതൃഭൂമി ദിനപത്രത്തിൻ്റെ ലേഖൻ. സായൂജാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചത്. അവിടെ അപകട സാഹചര്യം ഉണ്ടായിരുന്നു എന്ന കാര്യം വ്യക്തമായിരുന്നു. അക്കാര്യം അറിയാമായിരുന്നു. പരിശോധിക്കാനായി ഉദ്യോഗസ്ഥർ എത്തിയതാണ്. അതിനിടയിലാണ് ക്ലോക്ക് ടവറിൻ്റെ ഒരു ഭാഗം താഴേക്ക് നിലംപതിച്ചത്. വലിയ അപകടം ഉണ്ടാകേണ്ടിരുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ അപ്പോൾ ഈ ഉദ്യോഗസ്ഥർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരും കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത് എന്ന വിവരമാണ് പങ്കുവയ്ക്കുന്നത്. ബലക്ഷയം നേരത്തെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. രാഹുൽ KV ഉണ്ട്. രാഹുൽ, റെയിൽവേ സ്റ്റേഷനിലേക്ക് രാഹുലും എത്തിയോ? ഇപ്പോൾ ക്ലോക്ക് ടവറിൻ്റെ ഒരു ഭാഗം നിലംപതിച്ചു. അവശേഷിക്കുന്ന ഭാഗവും ഒരുപക്ഷെ നിലംപൊത്തിയേക്കുമെന്നാണ് സായൂജ് റിപ്പോർട്ട് ചെയ്യുന്നത്. രതീഷ്, അതെ, ഒരു ഭാഗം നിലത്ത് വീണുകൊണ്ട് തന്നെ ബാക്കിയുള്ള ഭാഗവും ഏത് സമയത്തും നിലത്തേക്ക് നിലം പതിച്ചേക്കാമെന്നുള്ള സാധ്യത തന്നെയാണ് ഉള്ളത്. അത് അപകട ഭീഷണി കൂടുതൽ ഉയർത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ നടപടികൾ വേഗത്തിലാക്കേണ്ടതായിട്ടുണ്ട്. പറഞ്ഞു, അതിന് ബലക്ഷയമുണ്ടെന്ന് നേരത്തെ തന്നെ കണ്ടെത്തി പരിശോധനകളൊക്കെ നടന്നു വന്നിരുന്നൊരു ക്ലോക്ക് ടവർ കൂടിയാണെന്ന് പറഞ്ഞു. ഏതായാലും അതിൻ്റെ ബാക്കി എന്ത് ചെയ്യണം എന്നതടക്കം അടിയന്തരമായി തന്നെ കാര്യങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഒരു ഭാഗം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ബാക്കിയും താഴേക്ക് വീഴും എന്ന കാര്യത്തിൽ ഏതായാലും സംശയമില്ല. വലിയൊരു അപകടം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം ക്ലോക്ക് ടവറിൻ്റെ അത്രയും വലിയൊരു ഭാഗം തന്നെ താഴത്തേക്ക് അടർന്ന് വീണ് ഒപ്പം തന്നെ ഷീറ്റിന് മുകളിലേക്കാണ് അത് വീഴുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏതായാലും അത് നീക്കം ചെയ്യുന്നതിനുള്ള പ്രവൃത്തിയാണ് നിലവിലൂടെ നടന്നു വരുന്നത്. അപകടം വലിയ രീതിയിൽ ഒഴിവായി വരുന്നത് വലിയ ആശ്വാസം തന്നെയാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തത്സമയം കാണുന്നത് ഈ അപകടമുണ്ടായ സ്ഥലത്തു നിന്ന് തത്സമയ ദൃശ്യങ്ങളാണ്. ആളുകളൊന്നും ഉണ്ടായില്ല. അപകടം ഒഴിഞ്ഞു നിന്നു എന്നതുകൊണ്ട് തന്നെ വലിയ ആശ്വാസം തന്നെയാണ്. ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നത് രണ്ട് ഭാഗത്തും കയറ് കെട്ടി RPF-ഉം പോലീസും ഒക്കെ എത്തി, ഫയർഫോഴ്സും സ്ഥലത്തുണ്ട്. അതിനുശേഷം അങ്ങോട്ടേക്ക് ആളുകൾ കടക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി രണ്ട് ഭാഗത്തും കയറുകൾ കെട്ടി നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ബാക്കി ആ ക്ലോക്ക് ടവറിൻ്റെ ഭാഗം എന്ത് ചെയ്യണമെന്ന കാര്യത്തിലടക്കം കൂടുതൽ ആലോചനകൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിലാണ് നമ്മൾ നേരത്തെ ട്രെയിനിൻ്റെ ഭാഗത്തേക്ക് വീണുവെന്ന് പറഞ്ഞതാണ്. 2:05 ഇവിടെ നിന്ന് പുറപ്പെടുന്ന പാസഞ്ചർ ട്രെയിനായിരുന്നു. അതുകൊണ്ട് ആളുകൾ അധികം ആരും ഈ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്നില്ല എന്നത് തന്നെയാണ് ഒരു ആശ്വാസകരമായ കാര്യം. അതുകൊണ്ട് വലിയ അപകടം ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ സമയത്തൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന ആളുകളോട് പ്രതികരണങ്ങൾ തേടുക. ചേട്ടാ, ആളൊന്നും ഉണ്ടായില്ലല്ലോ? ആളൊന്നും ഉണ്ടായില്ല. പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഇതിപ്പോൾ എത്ര വർഷം പഴക്കമുണ്ടെന്ന് അത് എനിക്കറിയില്ല. അത് അവരോട് ചോദിക്കണം, സ്റ്റാഫിൻ്റെ. അതായത് ഒരു നൂറ്റാണ്ടെങ്കിലും പഴക്കമുള്ള ക്ലോക്ക് ടവറിൻ്റെ ഭാഗമാണ്. ഇവിടെ നിന്ന് നമുക്കതിൻ്റെ മുകൾ ഭാഗം കാണിക്കാൻ കഴിയുന്നില്ല. കാരണം ഈ റൂഫ് ഷീറ്റിംഗ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ മുകൾ ഭാഗം നമുക്ക് കാണിക്കാൻ കഴിയുന്നില്ല. പക്ഷേ ഇവിടുന്ന് കുറച്ച് മാറി നിന്ന് നോക്കുന്ന സമയത്ത് ആ വലിയ ക്ലോക്ക് ടവറിൻ്റെ ഒരു ഭാഗം താഴേക്ക് ഇടിഞ്ഞ് ബാക്കിയുള്ളത് വീണ്ടും ഇടിഞ്ഞേക്കാം. കാരണം ഇപ്പോഴും മഴ ശക്തമായി തന്നെ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് ബാക്കിയുള്ള ഭാഗവും ഇടിഞ്ഞേക്കാം എന്നുള്ളൊരു സാധ്യത, അത്തരത്തിലുള്ള അപകട ഭീഷണി തന്നെയാണ് നിലനിന്ന് പോരുന്നത്. ഇവിടെ ഏതായാലും ആളുകൾക്ക് ഇരിക്കേണ്ടുന്ന കസേരകൾക്ക് മുകളിലേക്കൊക്കെയാണ് ഇതിൻ്റെ ഭാഗങ്ങൾ അടർന്ന് വീണിട്ടുള്ളത്. രതീഷ്, ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തുകയാണ് മാതൃഭൂമി ന്യൂസിലൂടെ.
കോഴിക്കോടിൻ്റെ അടയാളമായിരുന്ന റെയിൽവേ സ്റ്റേഷനിലെ ക്ലോക്ക് ടവർ തകർന്നു വീണു. വലിയൊരു ദുരന്തം ഉണ്ടാകേണ്ട സ്ഥിതിയായിരുന്നു. ഭാഗ്യം കൊണ്ട് ആർക്കും പരിക്കില്ല എന്നതാണ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്ന വിവരം. ക്ലോക്ക് ടവറിൽ ബലക്ഷയമുണ്ട്, അപകട സാഹചര്യമുണ്ട് എന്നത് നേരത്തെ കണ്ടെത്തിയിരുന്നു, വിലയിരുത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടേക്ക് ആളുകൾ പ്രവേശിക്കാതിരിക്കാനുള്ള ക്രമീകരണം ഉദ്യോഗസ്ഥ നേതൃത്വത്തിൽ ഏർപ്പെടുത്താനായി അവിടെ ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഈ ക്ലോക്ക് ടവറിൻ്റെ ഒരു ഭാഗം നിലംപൊത്തിയത്. ഈ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത് എന്നാണ് വരുന്ന വിവരം. യാത്രക്കാർ ഉണ്ടായിരുന്നില്ല. പ്ലാറ്റ്ഫോമിൽ ഈ ഭാഗത്ത് ഈ ക്ലോക്ക് ടവറിൻ്റെ ഭാഗം ഇടിഞ്ഞു വീണെടുത്ത് ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഭാഗ്യത്തിന് അപകടം ഉണ്ടായില്ല. തിരക്കേറിയ ഒരു സമയത്തായിരുന്നെങ്കിൽ വലിയൊരു ദുരന്തത്തിന് നമ്മൾ വീണ്ടും സാക്ഷ്യം വഹിക്കേണ്ടി വന്നേനെ. 2 മണി കഴിഞ്ഞ് പുറപ്പെടുന്ന പാസഞ്ചർ ട്രെയിനാണ് ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. പാസഞ്ചർ ട്രെയിനിൻ്റെ ഒരു ബോഗിയുടെ മുകളിലേക്ക് കൂടി ഈ ക്ലോക്ക് ടവറിൻ്റെ ഒരു ഭാഗം വീണിട്ടുണ്ട്. ആ ഭാഗത്തേക്ക് ആരും കടക്കാതിരിക്കാനുള്ള മറ്റ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നു. അതേസമയം തന്നെ ക്ലോക്ക് ടവറിൻ്റെ ഒരു ഭാഗമാണ് ഒളിഞ്ഞു വീണത്. മറുഭാഗം ഇപ്പോഴും അപകടകരമായി നിൽക്കുകയാണ്, വലിയ ഉയരത്തിൽ നിൽക്കുകയാണ്. അതും ഏത് സമയവും വീഴാനുള്ള സാധ്യതയുണ്ട്. ഇനി എന്ത് ചെയ്യാനാകും എന്ന കാര്യം പരിശോധിക്കുകയാണ്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും എത്തിയിട്ടുണ്ട്. RPF-ൻ്റെയും ഫയർഫോഴ്സിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ അവിടെ വിലയിരുത്തലുകൾ നടക്കുന്നതെന്നതാണ് രാഹുൽ നൽകുന്ന വിവരം. ഉച്ചയ്ക്കായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ വലിയ അപകടത്തിലേക്ക് പോകുമായിരുന്നു, ഒരു ദുരന്തത്തിലേക്ക് പോകുമായിരുന്നു. അങ്ങനെ സംഭവിക്കാതിരുന്നത് തന്നെ വലിയ മഹാഭാഗ്യമാണ്.